ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 23-24 ഡേയ്സിൽ ഒലിവ് ബോർഡ് കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ 25 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. Find the HCF of 124, 136, 148. So 124 നമുക്ക് 4 multiply അല്ലെങ്കിൽ 2 square multiplied with 31 എന്ന് എഴുതാം. അതുപോലെ തന്നെ 136 നമുക്ക് 2 cube multiplied with 818 എന്ന് എടുക്കാം. അതുപോലെ തന്നെ 148 ആണെങ്കിൽ 2 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 2 സ്ക്വയർ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 3s are 12 7. സോ 2 സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് 37. സോ ഇതിൽ HCF എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് പറയുന്നത് 2 സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. പ്രത്യക് സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് 16,000. 4 മാസത്തിന് ശേഷം നീലമം ആ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാണ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് 12,000. ടോട്ടൽ പ്രോഫിറ്റ്, ഒരു വർഷത്തിന് ശേഷമുള്ള ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രത്യക്കിന്റെയും നീലത്തിന്റെയും എത്ര എമൗണ്ട് ആണോ അവരുടെ ടോട്ടൽ എമൗണ്ടിന്റെ 3/8 ആണ്. അങ്ങനെയെങ്കിൽ പ്രത്യക്കിന്റെ ഷെയർ കണ്ടുപിടിക്കുക. സോ നമുക്ക് അവരുടെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ പ്രത്യക്കിന്റെയും നീലത്തിന്റെ റേഷ്യോ, അപ്പോൾ പ്രത്യക്ക് 16,000 റുപ്പീസ് 12 മന്തിലോട്ടാണെങ്കിൽ നീലം എത്രയാണ് 4 മന്തിന് ശേഷമാണ് ജോയിൻ ചെയ്യുന്നത്. സോ ബാക്കിയുള്ള 8 മാസത്തേക്ക് മാത്രമേ നീലത്തിന്റെ എമൗണ്ട് വരുന്നുള്ളൂ. സോ 8 മൾട്ടിപ്ലൈഡ് വിത്ത് 12,000. സോ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമ്മളത് സീറോസ് കട്ട് ചെയ്യുന്നു. 4 കൊണ്ട് ചെയ്യുമ്പോൾ 4 3 4 2. അതുപോലെ തന്നെ ഇതിപ്പോൾ 48:24 ആയി. 4 കൊണ്ടാകുമ്പം 4 8 വരുമ്പോൾ 6:8 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2:1 റേഷ്യോ വരും. അപ്പോൾ നമുക്ക് അവരുടെ റേഷ്യോ കിട്ടി. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3/8 ഓഫ് ടോട്ടൽ എമൗണ്ട് എന്നാണ്. അതായത് 16,000 പ്ലസ് 12,000 28,000 ആണ് വരുന്നത്. സോ ഇത് എത്ര വരും? 4 കൊണ്ടാകുമ്പോൾ 7,000 വരും, 2 വരും, 3,500 വരും, 3,500 10500 3,500 വരും അല്ലേ. സോ 5 3s are 105 വരും, 005. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രത്യക്കിന്റെയാണ്. സോ പ്രത്യക്കിന്റെ ഷെയർ എന്ന് പറഞ്ഞ ടോട്ടൽ 3 അല്ല, അപ്പൊ 2/3 മൾട്ടിപ്ലൈഡ് വിത്ത് 10500 ആണ്. അതായത് 3 3s are 9500 7,000 റുപ്പീസ് ആയിരിക്കും പ്രത്യക്കിന്റെ ഷെയർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു പേഴ്സൺ 18,000 റുപ്പീസ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 13% ഇൻട്രസ്റ്റ് X ഇയേഴ്സിൽ. ടോട്ടൽ പ്രോഫിറ്റ് 9360. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PNR/100. അതായത് പ്രിൻസിപ്പൾ ആണ് P, എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ്. സോ ഇവിടെ ഇൻട്രസ്റ്റ് 9360 ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 18,000 ആണ്. N എന്ന് പറയുന്നത് റേറ്റ് 13 ആണ്. N എന്ന് പറയുന്നത് X ആണ്. സോ ഇതല്ല X ഡിവൈഡ് ബൈ 100. അപ്പോൾ അത് നമ്മൾ X കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സിംപ്ലിഫൈ ചെയ്യാം. 0 ക്യാൻസൽ ആയി, ഇവിടെയും 0 ക്യാൻസൽ ആയി. 13 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7 വരുമ്പോൾ 91 2 വരും, 4 വരും. സോ X ഈക്വൽ ടു എത്ര വരും? 4 ഇയേഴ്സ് ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന ഒരു ട്രിഗണോമെട്രിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, ഒരു വാല്യൂ തന്നിട്ടുണ്ട്. സോ അതിൽ തീറ്റയുടെ വാല്യൂ ആണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 30 ഡിഗ്രി 60 ഡിഗ്രി 0 ഡിഗ്രി 45 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റയ്ക്ക് ഇവിടെ ഏതെങ്കിലും വാല്യൂസ് ഇട്ട് കൊടുത്ത് ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അത് നമുക്ക് ആൻസർ ചെയ്യാം. ഇവിടെ 45 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. ഇനി അതല്ല, അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ പുട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ 9 cosec സ്ക്വയറിനെ ഞാൻ 2 cosec സ്ക്വയർ തീറ്റ പ്ലസ് 7 cosec സ്ക്വയർ തീറ്റ എന്നെടുക്കുന്നു, മൈനസ് 7 cot സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. സോ നമുക്കറിയാം cosec സ്ക്വയർ തീറ്റ മൈനസ് cot സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ആണല്ലോ. 1 പ്ലസ് cot സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ cosec സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ cot സ്ക്വയർ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? cosec സ്ക്വയർ തീറ്റ മൈനസ് cot സ്ക്വയർ തീറ്റ 1 ആണ്. സോ ഇവിടെ എന്ത് വരും? 2 cosec സ്ക്വയർ തീറ്റ വരും. ഇവിടെ ഞാൻ 7 കോമൺ എടുത്താൽ അത് 1 ആവും. സോ പ്ലസ് 7 ഈസ് ഈക്വൽ ടു 1 വരും. cosec സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 4/2 2 വരും. ദാറ്റ് ഇംപ്ലൈസ് cosec തീറ്റ എന്ന് പറയുന്നത് √2 ആണ്. അല്ലെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1/√2. സോ സൈൻ തീറ്റയുടെ വാല്യൂ 1/√2 എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ് തീറ്റ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വാല്യൂ പുട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് പുട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഇതുപോലെ തന്നെ വാല്യൂ കണ്ടുപിടിക്കണം. ഇത് cos സ്ക്വയർ 24. സോ cos സ്ക്വയർ 24 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സൈൻ സ്ക്വയർ
66 ആയിരിക്കും. ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ 66. കാരണം എന്താണ്? 24 പ്ലസ് 66 എന്താണ്? 90 ആണ്. സോ എക്സ് പ്ലസ് വൈ 90 ആണ്. കോസ് എക്സ് സൈൻ വൈ എന്താണ്? ഈക്വൽ ആണെന്നാണ് നമ്മൾ പഠിച്ചത്. സോ ഇത്രയും ഭാഗം എന്തായിരിക്കും? ഇത് രണ്ടും ഈക്വൽ ആണ്. അതായത് കോസ് സ്ക്വയർ 24 പ്ലസ് ഇതെന്തിനാ നമുക്ക് സൈൻ സ്ക്വയർ 24 എന്ന് എടുക്കാമല്ലോ. കോസ് സ്ക്വയർ 66 എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ 24. അപ്പൊ ഇത്രയും ഭാഗം എന്തായി പോകും? 1 ആവും. അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് കൊസീക് സ്ക്വയർ 56 എടുത്തു. ടാൻ സ്ക്വയർ 146 90 പ്ലസ് 56 എന്ന് എടുക്കാമല്ലോ. എടുക്കാം. കോഡ് സ്ക്വയർ 60 നമുക്കറിയാം, അത് 1/3 ആണ്. അപ്പോൾ അത്രയും വാല്യൂസ് നമുക്ക് താഴോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഇത്രയും ഭാഗം, ആദ്യത്തെ ഭാഗം 1 കിട്ടി, 1 മൈനസ് 1/3 എന്ന് കിട്ടി. പിന്നെ വരുന്നത് കൊസീക് സ്ക്വയർ 56 പ്ലസ് ടാൻ സ്ക്വയർ 90 പ്ലസ് 50, അതായത് ടാൻ സ്ക്വയർ 90 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ സ്ക്വയർ 56 ആണ്. സോ ടാൻ മൈനസ് സൈൻ അല്ല കേട്ടോ, ടാനിന്റെ നേരെ ഓപ്പോസിറ്റ് കോട്ട് മൈനസ് കോഡ് സ്ക്വയർ 56 ആണ്. സോ ഇത് എത്ര വരും? 2/3 പ്ലസ് കൊസീക് സ്ക്വയർ 56 മൈനസ് കോഡ് സ്ക്വയർ 56. ഞാൻ ഓൾറെഡി ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു 1 പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ കൊസീക് സ്ക്വയർ തീറ്റ ആണെങ്കിൽ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോഡ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആണ്. സോ ഇത്രയും വാല്യൂ 1 ആണ്. സോ 2/3 പ്ലസ് 1 എന്ന് 5/3 ആയിരിക്കും ആൻസർ. ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ ആണ്. എ ബി എന്ന് പറയുന്നതാണ് പി ക്യു തന്നിട്ട്. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. സോ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ടു പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ. സോ ഇതെന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി, അതുപോലെ തന്നെ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ബിയുടെ സൈഡ് 9 ബൈ പി ക്യുവിന്റെ സൈഡ് 7.5 ആയിരിക്കും. സോ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി 24 ബൈ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്നത് 9/7, അതായത് 75/10 എന്ന് ഞാൻ എടുക്കുകയാണ്. സിംപ്ലിഫിക്കേഷൻ ഈസി. അത് 5 2 വരും, 5 15 വരും, 3 3 വരും, 3 5 വരും, അതിൽ നിന്ന് 6 4 വരും. സോ എത്ര വരും? 20 സെന്റിമീറ്റർ വരും. ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. 4 നമ്പേഴ്സ് 45 80 63 112 അത് പ്രൊപ്പോർഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. സോ 4 നമ്പേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ 45/80 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 9/16. അതുപോലെ തന്നെ 63/112 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9/7 7 1 7 16 വരും. സോ എന്തായിരിക്കും? രണ്ട് സെയിം ആയിരിക്കും. സോ ദേ ആർ ഇൻ പ്രൊപ്പോർഷൻ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഡി ഐ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്ന. ലൈൻ ഗ്രാഫ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ചിൽഡ്രൻ 5 വില്ലേജസിലാണ് തന്നിരിക്കുന്നത്. സോ വില്ലേജിലെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ചിൽഡ്രൻ പ്ലസ് മെൻ പ്ലസ് വുമൺ ആയിരിക്കുമല്ലോ. സോ ഓരോ വില്ലേജിലെ പോപ്പുലേഷൻ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 48 lakhs ഉണ്ട്. അതുപോലെ മെൻ ടു വിമൻ റേഷ്യോയെ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ സം ഓഫ് പോപ്പുലേഷൻ ഓഫ് മെൻ ഇൻ V1 V3. സോ V1 V3 V1ലെ മെന്നിന്റെ റേഷ്യോ എടുത്താൽ V1 നമുക്കറിയാം 4/9 ഓഫ് എന്താണ്? ടോട്ടൽ പോപ്പുലേഷൻ ആണ്. സോ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ആണ്. പക്ഷേ മെൻ ടു വുമൻ റേഷ്യോ എന്ന് പറയുമ്പോൾ 48 ടോട്ടൽ ആണ്. അവിടെ എന്താണ്? കുട്ടികളുടേതെന്ന് പറയുന്നത് V1ൽ 25.5 ആണ്. സോ 48ൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 25.5 നമ്മൾ മൈനസ് ചെയ്യണം. സോ 22.5ന്റെ ആയിരിക്കും നമുക്ക് എടുക്കേണ്ടത്. സോ ഇത് നമ്മൾ 4/9 മൾട്ടിപ്ലൈഡ് വിത്ത് 22 നമ്മൾ ബൈ 10 എടുക്കുകയാണ്. സോ ഇത് 5 4 5 5 2 വരും, 9 5 വരും, 8 വരും. സോ ഇത് 10 വരും. V1ൽ 10 വരും. നെക്സ്റ്റ് നമ്മൾ V2 എടുക്കുകയാണ്. V2ന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3/7 ഓഫ് എത്രയാണ്? ടോട്ടൽ 48 ആണ്. V2 അല്ല, V3 ആണ്. V3ൽ ടോട്ടൽ ചിൽഡ്രൻ 20 ആണ്. സോ 48 മൈനസ് 20 എന്ന് പറയുമ്പോൾ 28 വരും. സോ ഇത് എത്ര വരും? 12 വരും. സോ V1 പ്ലസ് V3 എന്ന് പറയുമ്പോൾ എത്ര വരും? 22 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ടോട്ടൽ പോപ്പുലേഷൻ 48 തന്നിട്ടുണ്ട്. നമ്മളോട് മെൻ ടു വുമൻ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ചിൽഡ്രന്റെ പോപ്പുലേഷൻ നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണം അതിലെടുക്കാൻ വേണ്ടി. റിയ ഈസ് ഹാഫ് ദ ഏജ് ഓഫ് ലീന. റിയയുടെ ഏജ് എന്ന് പറയുന്നത് ലീനയുടെ ഏജിന്റെ ഹാഫ് ആണ്. 9 വർഷം മുൻപ് അവരുടെ രണ്ടുപേരുടെയും ഏജിന്റെ സം എന്ന് പറയുന്നത് 54 ആണ്. സോ പ്രസന്റ് ഏജ് ഓഫ് ലീന. ഒന്നെങ്കിൽ നമുക്ക് അതിന് ഓപ്ഷൻസിൽ നിന്ന് തന്നെ എടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ലീനയുടെ ഏജ് 42 എടുക്കുകയാണെങ്കിൽ റീനയുടെ ഏജ് 21 ആണ്. 9 ഇയേഴ്സ് മൈനസ് ചെയ്ത് ഓപ്ഷൻസ് വെച്ച് നമ്മൾ എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം 9 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ലീനയുടെ ഏജ് 9 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ലീനേജ് L മൈനസ് 9 പ്ലസ് R മൈനസ് 9 എന്ന് വരും. അതായത് L പ്ലസ് R മൈനസ് 18. സോ ഇത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 54. സോ L പ്ലസ് R എന്ന് പറയുന്നത് എത്ര വരും? 54 64 72 വരും. സോ ഇതിൽ നിന്ന് നമുക്കറിയാം L എന്ന് പറയുന്നത് എന്തായിരിക്കും? 2R ആയിരിക്കും. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3R എന്ന് പറയുന്നത് 24 വരും. R എന്ന് പറയുന്നത് 8 വരും. L എന്ന് പറയുന്നത് എത്രയാണ്? 2R. 3R എന്ന് പറയുന്നത് 72. 3R എന്ന് പറയുന്നത് 72.
സോ R എന്ന് പറയുന്നത് 24 വരും. അങ്ങനെയാണെങ്കിൽ ലീനയുടെ ഏജ് എത്രയായിരിക്കും? 48 ഇയേഴ്സ് ആയിരിക്കും. ഓപ്ഷൻ ഏതാണ്? ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇഫ് എ പ്ലസ് സി ഈക്വൽ ടു ബി പ്ലസ് 4, അതായത് എ പ്ലസ് സി മൈനസ് ബി എന്ന് പറയുന്നത് 4 അതിൽ നമുക്ക് ലഭിക്കും. നെക്സ്റ്റ് നമുക്ക് എ ബി പ്ലസ് ബി സി മൈനസ് എ സി എന്ന് പറയുന്നത് -1 ഇത്രയും ലഭിക്കും. സോ നമ്മളോട് പറയുന്ന എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കണ്ടുപിടിക്കുകയാണ്. സോ നമുക്ക് അതിൽ നിന്ന് എ മൈനസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയിരിക്കും. -2ab മൈനസ് 2bc പ്ലസ് 2ac ആയിരിക്കും. ഓക്കെ, ഇത് നമുക്കറിയാം എത്രയാണ്? 4 സ്ക്വയർ 16 ആണ്. ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അതിൽ നിന്ന് ഞാൻ -2 കോമൺ എടുത്താൽ എ ബി പ്ലസ് ബി സി മൈനസ് എ സി എന്ന് വരും. സോ ഇത്രയും വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ -1 ആണ് തന്നിട്ടുണ്ട്. സോ എത്ര വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 ആയിരിക്കും. അതിൽ നമുക്ക് എന്ത് ലഭിക്കും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത് 14 ആണ് ലഭിക്കും. സോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. The radius of a circle is 10.5 and an arc subtends an angle of 48 degree at center of the circle. What is the length of the arc? Length of arc എന്ന് പറയുന്നത് ഇക്വേഷൻ theta by 360 multiplied with 2 pi r. സോ പൈയുടെ വാല്യൂ 22/7 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ 48 ഡിഗ്രി ആണ്. സോ 48/360 multiplied with 2 into 22/7. റേഡിയസിന്റെ വാല്യൂ 10.5 ആണ്. അതിന് ഞാൻ 105/10 എന്ന് എഴുതി. ഫോർ എന്താണ്? കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. സോ നമ്മളിത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 5 2 വരും, 21 വരും, 2 വരും, 3 2 11. ഇവിടെ ആണെങ്കിൽ 6 8 വരും, 60 വരും, 3 6 10 വരും. സോ ഇവിടെ 88/10 വരും. അതായത് 8.8 സെന്റിമീറ്റർ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും. ഡി ഐ ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ പല ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ ക്വാണ്ടിറ്റി ഒരു സൂപ്പർ മാർക്കറ്റിലാണ് തന്നിരിക്കുന്നത്. ഈ ഫ്രൂട്ട്സിന് 25%, അതായത് ഓരോ ഫ്രൂട്ട്സിലും 25% റോട്ടൺ ആണ്. അപ്പോൾ അതുപോലെ തന്നെ പീച്ച് എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. സോ പീച്ച് എന്ന് പറയുന്നത് 11% ആണ്. 11% നമുക്ക് 44 ആണ് തന്നു. സോ നമുക്കറിയാം 100%, അതായത് ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 400 ആയിരിക്കും. നമുക്ക് ടോട്ടൽ ലഭിച്ചു. നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് റോട്ടൺ റോട്ടൺ ഓറഞ്ചസ് ഇൻ ദ സൂപ്പർ മാർക്കറ്റ്. അപ്പം ഓറഞ്ചസിന് 36% ആണ്. അപ്പോൾ 100% 400 ആണെങ്കിൽ 400ന്റെ 36% എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്. പക്ഷെ അതല്ല നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് റോട്ടൺ ആയതിന്റെ എണ്ണമാണ്. സോ 25% ഓഫ് ഓരോ ഫ്രൂട്ടും എന്താണ്? റോട്ടൺ ആണ്. 25% 1/4 ആണ്. സോ ഇത് 4 വരും. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി എത്ര വരും? 36 kg ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന എക്സ്പാൻഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് y ആണെങ്കിൽ തന്നിരിക്കുന്ന ഫൈൻഡ് ദ വാല്യൂ ഓഫ് 5y/9 + 1 ആണ്. അപ്പോൾ y നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കുന്നത് a മൈനസ് ബി ദ ഹോൾ ക്യൂബ് ആണ്. സോ a മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് a ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3a² b പ്ലസ് 3ab² എന്നതാണ്. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6x മൈനസ് 5 ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് 216x³ മൈനസ് 25 ക്യൂബ് മൈനസ് 3 into a² 36x multiplied with 5 plus 3 into 18x multiplied with 25. So 216x³ minus 25x³ എന്നല്ലല്ലോ, 5³ 125 ആണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ 125 വരും. സോ ഇത് 125 എന്ന് തന്നെ എടുക്കുക. ഇവിടെ ആണെങ്കിൽ 5 into 2 36 into 5 എന്ന് പറയുമ്പോൾ 150 450x പ്ലസ് 5 8s are 18 into 25 450 വരും. ഇവിടെ 450x വരും. ഇവിടെ x² ഉണ്ട്. സോ നമുക്ക് y-യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് x ആണ്. അത് 450 ആണ്. സോ അതുകൊണ്ട് 5y/9 + 1 എന്ന് പറഞ്ഞാൽ 5 multiplied with 450/9 + 1, അതായത് 251 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. 3 വെസൽസിലെ മിൽക്ക് ആൻഡ് വാട്ടർ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 3:1, രണ്ടാമത്തേത് 4:1, മൂന്നാമത്തേത് 5:1. ഇനി ഓരോന്നിനും ആദ്യത്തേന്ന് 12 ലിറ്റർ, പിന്നെ 30 ലിറ്റർ, 36 ലിറ്റർ എടുത്തു എങ്കിൽ മിൽക്കിന്റെ എന്നിട്ട് അതെല്ലാം കൂടി എന്ത് ചെയ്യുന്നു? ഒരു ഡി എന്ന് പറഞ്ഞ വെസലിലോട്ട് പ്യൂർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിലെ മിൽക്കിന്റെ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യത്തേന് മിൽക്കിന്റെ എമൗണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 3/4 multiplied with 12 ആയിരിക്കും, അതായത് 9. നെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ 4/5 multiplied with 30 ആയിരിക്കും, അതായത് 24.
മൂന്നാമത്തെ 5/6 മൾട്ടിപ്ലൈ 36 ആണ്, ദാറ്റ് ഈസ് 30. സോ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 54 പ്ലസ് 9 ആയിരിക്കും, അതായത് 63 ലിറ്റർ ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. റേഷ്യോ ഓഫ് എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പോളിഗൺ തന്നിരിക്കുന്നു. അതിന് നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് വെർട്ടിസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് വെർട്ടിസസ്. സോ റേഷ്യോ ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓരോ എക്സ്റ്റീരിയർ ആംഗിൾ 360/n ആണ്. സോ അതിന്റെ റേഷ്യോ ഈസ് ടു ഇന്റീരിയർ ആംഗിൾ ഓരോന്നിന്റെ n-2 × 180 എന്ത് വരും? n വരും. സോ ഇതാണ് നമുക്ക് 1:17 തന്നിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ 360/n ഡിവൈഡഡ് ബൈ n-2 × 180 മൾട്ടിപ്ലൈഡ് വിത്ത് n is equal to 1/17 വരും. സോ n ക്യാൻസൽ ആയി 2 വരും. സോ n-2 is equal to എത്ര വരും? 34 വരും. implies n is equal to 36 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ബെഡ്ഷീറ്റിന്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 345 ആണ്. 23% പ്രോഫിറ്റ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതായത് കോസ്റ്റ് പ്രൈസ് ഞാനൊരു 100x ആണ് എടുക്കുന്നതെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 123x ആയിരിക്കും. സോ അവയുടെ ഡിഫറൻസ് 23x എന്ന് പറയുന്നത് 345 ആണ്, വിച്ച് ഇംപ്ലൈസ് x എന്ന് പറയുന്നത് 15 വരും. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട്സ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1500 ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 123 മൾട്ടിപ്ലൈഡ് വിത്ത് 15 ആയിരിക്കും. 14,1681 1845 ഇതായിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. സം ഓഫ് ഓൾ ദി ഈവൻ നമ്പേഴ്സ് ആൻഡ് സം ഓഫ് ഓൾ ദി ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to 100 നമുക്ക് y and z തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ട്രൂ ആകാൻ പാടില്ലാത്തത്, അതായത് ഫോൾസ് ആവുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് y അറിയാം. ആദ്യമേ നമുക്ക് സം ഓഫ് ഈവൻ നമ്പേഴ്സ് എടുക്കാം. അതായത് 2, 4 അപ് ടു എത്രയായിരിക്കും? 10 ആയിരിക്കും. ഇത് y-യുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആദ്യമേ. സോ ഇതിൽ നിന്ന് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 1, 2 അപ് ടു എത്ര വരും? 150 വരും. സോ 2 × n + 1/2 വരും. അതായത് 50 × 51 വരും. അതല്ലെന്നുണ്ടെങ്കിൽ 0, 5, 5 5 25 ഇതായിരിക്കും y-യുടെ വാല്യൂ എന്ന് പറയും. നെക്സ്റ്റ് പറയുന്നത് ഇസഡിന്റെ വാല്യൂ. ഇസഡ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ സോ നമ്മൾ ഇസഡിന്റെ വാല്യൂ എടുക്കുമ്പോൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 3 അപ് ടു 99 ആണ്. സോ ഇതിൽ n എന്ന് പറയുന്നത് 98, 40, 99 - 1 98/2 49 50 വരും നമ്പർ ഓഫ് ടേംസ്. സോ ഈവൻ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 50 മൾട്ടിപ്ലൈഡ് വിത്ത് 51. ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 50 സ്ക്വയർ 50 സ്ക്വയർ ആണ്, അതായത് 2500 ആയിരിക്കും. സോ ഇതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ y and z 0, അത് തെറ്റാണ്. ബോത്ത് y and z are multiple of 100, അതും തെറ്റാണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ കമ്പനി തന്നിരിക്കുന്നു. അതിൽ നിന്ന് എത്ര എമൗണ്ട് ലേബറിന് എടുത്തു, റോ മെറ്റീരിയൽസിന് എടുത്തു, മാർക്കറ്റിംഗ് കോസ്റ്റിന് എടുത്തു. അപ്പോൾ അതിന്റെ റെസ്റ്റ് എന്ന് പറയുന്നതാണ് അതിന്റെ റെന്റ്. അപ്പോൾ സോ റെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1,84,000 എടുത്തു. അതുപോലെ തന്നെ 135700 എടുത്തു, 64400 എടുത്തു. അപ്പോൾ ടോട്ടൽ എത്രയായി നോക്കാം? 38400. ഇതാണ് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. സോ 4,60,000 നിന്നും 384,100 മൈനസ് ചെയ്യുക, 55974. അപ്പോൾ 75,900 ലഭിക്കും. സോ ചോദിച്ചിരിക്കുന്നത് എക്സ്പെൻഡിച്ചറിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് റെന്റ് എന്നാണ്. സോ 75,900 by 46,1234 divided by 100 is equal to 759 divided by 46, 146,9529 6 വരുമ്പോൾ 36 വരില്ല, 46 7 വരില്ല, 46 × 6 27 6 വരും. സോ 6 276 വരും, 3 വരും, 2 വരും, 5 വരും. സോ ഓപ്ഷൻ ഏതായിരിക്കും? ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. 16.5% ആയിരിക്കും. How much simple interest will ₹36,000 earn in 32 months at 18% per? അതായത് എത്ര ഇൻട്രസ്റ്റ് എന്നാണ്. സോ I is equal to 36,000 ഉണ്ട്, മന്ത്ലി നമുക്ക് ഇയർ ആക്കണമെങ്കിൽ by 12, അതുപോലെ 18/100. സോ നമ്മൾ എടുക്കുകയാണെങ്കിൽ 0 0 ക്യാൻസൽ ആയി 12 30 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു
960 മൾട്ടിപ്ലൈഡ് വിത്ത് 80. സോ എന്തായാലും യൂണിറ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. വേറെ ഒരു ഓപ്ഷനും വരുന്നില്ല. 96 മൾട്ടിപ്ലൈഡ് വിത്ത് 18, 72, 78, 82, 8, 1728. സോ 17280. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ലാഡർ ഫ്രം എ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ആ ലാഡർ ഗ്രൗണ്ടിൽ നിന്ന് 10 മീറ്റേഴ്സ് ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹൈറ്റ് ഓഫ് ദ ലാഡർ ആണ്. സോ എത്രയായിരിക്കും? 10√3 ആയിരിക്കും. tan 60 എടുത്താൽ 10√3 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. √5 + √3 / √5 - √3 തന്നിരിക്കുന്ന a + b √15 ആണ്. അതിന് a ആൻഡ് b കണ്ടുപിടിക്കാനാണ്. സോ √5 + √3 / √5 - √3 നമ്മൾ കോഞ്ചുഗേറ്റ് കൊണ്ട് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ √5 - √3യുടെ കോഞ്ചുഗേറ്റ് √5 + √3 ആണ്. സോ അടുത്ത മേളിൽ എന്താ a + b ഹോൾ സ്ക്വയർ ആയും, അതായത് 8 + 2√15 ആവും. താഴെ എന്താവും? a + b × a - b, a² - b² അത് 2 ആവും. സോ 4 + √15 വരും. അതായത് a എന്ന് പറയുന്നത് 4 വരും, b എന്ന് പറയുന്നത് 1 വരും. സോ ഇതായിരിക്കും ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് എ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 1⁷ + 3⁷ + 5? 1⁷ പ്ലസ് 3⁷ പ്ലസ് 5⁷. 1⁷ യൂണിറ്റ് ഡിജിറ്റ് 1 തന്നെ. 3⁷ എന്ന് പറഞ്ഞാൽ 3⁴ × 3³ അല്ലേ? 3⁴ എന്ന് പറയുന്നത് 1 തന്നെയാണ്. 81 അല്ലേ? അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. പിന്നെ 3³ വരും, 27 ആണ്, 7 വരും. 5⁷, 5ന്റെ മൾട്ടിപ്ലൈ എല്ലാം 5 തന്നെയാണ്. സോ എത്ര വരും? ഇത് 13 വരും. സോ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 3 ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. If 18 men or 30 women can do a piece of work in 50 days, അതായത് 18 men is equal to 13 women. അവിടെ നിന്ന് നമുക്ക് men to women റേഷ്യോ ലഭിക്കും. 30/18, അതായത് 3 എടുത്താൽ 10/6 വരും, 2, 5. അതായത് 6 എടുത്തു കഴിഞ്ഞാൽ 5/3 വരും. അതാണ് അവരുടെ എഫിഷ്യൻസി റേഷ്യോ. 21 men + 10 women. സോ ഇവർ ടോട്ടൽ എത്ര വരും? 105 + 30 വരും, 135 വരും. സോ എത്ര ഡേയ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 men ആണെങ്കിൽ ഒരു മെൻ്റെ എഫിഷ്യൻസി 5 ആണ്. അവർ 15 ഡേയ്സ് വരും. ഇതാണ് ടോട്ടൽ വർക്ക് ബൈ 135 വരും. സോ ഇത് 5 വെച്ച് ചെയ്താൽ 5, 3, 5, 27, 9 വരും, 2 വരും, 10. സോ ഏതാണ് ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു പേഴ്സൺ A to B ട്രാവൽ ചെയ്യുന്നു. ഒരു സ്പീഡുണ്ട്. B to C ഒരു സ്പീഡുണ്ട്. C to D സ്പീഡുണ്ട്. നമുക്ക് ആ ഡിസ്റ്റൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പം A, B, C, D ഇങ്ങനെ ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. സ്ട്രെയിറ്റ് ലൈൻ തന്നെ എടുക്കാം. ഓക്കെ, എ ബി എടുത്തു, സി എടുത്തു, ഡി എടുത്തു, ഡിസ്റ്റൻസ് എടുക്കാം. സോ അവർ പറയുന്നത് A to B എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് 2 × ഡിസ്റ്റൻസ് ബിറ്റ്വീൻ B ആൻഡ് C. അപ്പോൾ B ആൻഡ് C ഞാനൊരു 1 എന്ന് എടുത്താൽ AB എന്തായിരിക്കും? 2 ആയിരിക്കും. അതുപോലെ തന്നെ C ആൻഡ് D ഡിസ്റ്റൻസിന്റെ ഹാഫ് ആയിരിക്കും A ആൻഡ് B എന്ന് പറയുന്നത്. അപ്പോൾ ഈ C ആൻഡ് D എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിനെ ഞാൻ 4 എന്ന് എടുത്തു. കുഴപ്പമൊന്നുമില്ലല്ലോ. സോ ഇത് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ആണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ ഡിസ്റ്റൻസ് നമുക്കറിയാം ഇവിടെ 7 ആണ്. 4 + 1 + 2. ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും. കാരണം ഇതെല്ലാത്തിനും ഓരോ ടൈം ഡിഫറെൻറ്റ് സ്പീഡല്ല കൊടുത്തിരിക്കുന്നത്. സോ എത്ര വരും? ആദ്യത്തേത് ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ആദ്യത്തേത് 2/10 വരും. നെക്സ്റ്റ് 1/8 വരും. നെക്സ്റ്റ് എത്ര? 4/6 വരും. ഈസ് ഈക്വൽ ടു 7/1/5 + 1/8 + 2/3 വരും. 7/5/8 അതിന് നമുക്ക് 120 ആണ് അതിൻ്റെ LCM എന്ന് എടുത്താൽ 5/8 24 + 15 + 4 80 വരും. സോ ഞാൻ മേളിൽ കൊണ്ടുപോയാൽ എത്ര വരും? 7 × 120 താഴെ എത്ര വരും? 25 39 വരും. 39 119 വരും. സോ 717 120/17 വരും. അതായത് 7 and 1/17 വരും. സോ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ബേസ് ഓഫ് എ പ്രിസം എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് പ്രിസം ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. സോ ഇതെന്ന് പറഞ്ഞാൽ 126 ആണ്. ബേസ് പെരിമീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് 4 × 4.5. സോ 4 × 4.5 എന്ന് പറഞ്ഞാൽ 4.5ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 9, 18. സോ 18 × ഹൈറ്റ് എന്ന് പറയുന്നതായിരിക്കും 126. അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 ആയിരിക്കും. 8 7 56 അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹൈറ്റും സൈഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ 7 - 4.5 എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ.
സോ ഇത്രയാണ് ഈ ഒരു ലവ്ലി മോക്കിൻ്റെ മാത്സിലെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.